ഹൊയ് 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 ഹോ തന്താ തന്താരേ തന്താ തന്താരേ ഹൊയ് 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 ഹോ ഹൊയ്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. വിശപ്പ് തുടങ്ങിയാൽ കാരണവർ പരക്കം പാഞ്ഞു തുടങ്ങും. എല്ലാവരെയും ശകാരിക്കും. കൊച്ചുനീലാണ്ടന്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ടുവരും. അവന്റെ അച്ഛനെ വിളിച്ച് ശകാരിക്കും. എടാ, നീ പട്ടാളത്തിൽ പോയി ഉദ്യോഗസ്ഥനായി, സമ്മതിച്ചു. അതുകൊണ്ട് എനിക്കെന്ത് ലാഭമാണെടാ ഉണ്ടായത്? കൊച്ചുനീലാണ്ടന്റെ അച്ഛൻ സവിനയം ചോദിക്കും. അമ്മാവനിപ്പോ എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന്? എടാ, കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഞാനിവിടെ കയറി വരുമ്പോൾ സമയത്തിന് എനിക്ക് ഭക്ഷണം തരാൻ നിന്നെക്കൊണ്ടാവുന്നില്ല. എന്തിനാടാ ജീവിച്ചിരുന്നിട്ട് കാര്യം? കൊച്ചുനീലാണ്ടൻ്റെ അമ്മ ഒന്ന് പറയും. ഉണ്ണാറായി. കാരണവരുടെ മുഖം തെളിയും. അങ്ങനെയിരിക്കെ കൊച്ചുനീലാണ്ടൻ തീർച്ചയാക്കി, അച്ഛൻ്റെ അമ്മാവിൻ്റെ ഈ തീറ്റക്കൊതി ഒന്ന് അവസാനിപ്പിക്കണം. അച്ഛൻ്റെ അമ്മാവന് എന്തെങ്കിലും മരുന്ന് കണ്ടാലുടൻ സുഖക്കേട് വരും. കൊച്ചുനീലാണ്ടൻ രാവിലെയും വൈകുന്നേരവും അഷ്ടചൂർണം കഴിക്കാറുണ്ട്. മോരിൽ ചാലിച്ച അഷ്ടചൂർണം അവന് വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം അച്ഛൻ്റെ അമ്മാവൻ അവൻ മരുന്ന് കഴിക്കുന്നത് കണ്ടു. എന്ത് മരുന്നാടാ നീ കഴിക്കുന്നത്? അഷ്ടചൂർണം, അവൻ പറഞ്ഞു. ശരി, അമ്മയെ വിളിക്ക്. അച്ഛൻ്റെ അമ്മാവൻ കൽപ്പിച്ചു. അവനനുസരിച്ചു. അമ്മ വന്നു. അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു, എൻ്റെ വയറ്റിന് എന്തോ ഒരു പന്തികേട്. ഇത്തിരി അഷ്ടചൂർണം മോരിൽ കലർത്തി കഴിച്ചാൽ നന്നായിരുന്നു. കൊച്ചുനീലാണ്ടന് ചിരി വന്നു. അവൻ്റെ അമ്മയ്ക്കും ചിരി വന്നു. കൊച്ചുനീലാണ്ടൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ അമ്മാവന് ദേഷ്യം വന്നു. എന്താടാ ഇളിക്കുന്നത്? അപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. നേരെ അടുക്കളയിലേക്കോടി. അവിടെ നിന്നാൽ അപകടമാണ്. അടുക്കളയിൽ നിന്ന് അവൻ എത്തി നോക്കി. അച്ഛൻ്റെ അമ്മാവൻ അഷ്ടചൂർണം കഴിക്കുകയാണ്. ഹാവൂ, ഇപ്പൊ കുറച്ച് ആശ്വാസമായി. മരുന്ന് വയറ്റിലെത്തേണ്ട താമസം. അദ്ദേഹം ഫലം പ്രഖ്യാപിച്ചു. അന്ന് വൈകുന്നേരവും അച്ഛൻ്റെ അമ്മാവൻ അഷ്ടചൂർണം കഴിച്ചു. രാത്രി കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ വന്നപ്പോൾ കയ്യിലൊരു കുപ്പിയുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മാവൻ ചോദിച്ചു, എന്താടാ കുപ്പിയിൽ? കോൾഡ് മിക്സ്ചറാണ്, ജലദോഷത്തിന്. ആർക്കാണ് ജലദോഷം? അച്ഛൻ്റെ അമ്മാവൻ തിരക്കി. എനിക്ക് തന്നെ. അച്ഛൻ്റെ അമ്മാവന് ആ മരുന്നിൻ്റെ രുചി ഒന്ന് അനുഭവിച്ചറിയണമെന്നുണ്ട്. എൻ്റെ മൂക്കിനും ചങ്കിനും ഒരടപ്പ്. ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയതാ. നിന്റെ മരുന്ന് ലേശമൊന്ന് കഴിച്ചു നോക്കട്ടെ, അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ മരുന്ന് കുപ്പി കാരണവരുടെ നേരെ നീട്ടി. അദ്ദേഹം അത് വാങ്ങി മൂടി തുറന്ന് പകുതിയോളം മരുന്ന് വായിലേക്കൊഴിച്ചു. ഹാവൂ, ഇപ്പം മൂക്കടപ്പ് കുറച്ച് ഭേദമായി, അദ്ദേഹം പറഞ്ഞു. കൊച്ചുനീലാണ്ടൻ പൊട്ടിച്ചിരിച്ചു. അച്ഛൻ്റെ അമ്മാവൻ ആവലാതിപ്പെട്ടു. ഈ ചെറുക്കൻ മഹാ അധികപ്രസംഗിയാണ്. ഇവൻ്റെ കാല് തല്ലി ഒടിക്കാൻ ഇവിടെ ഒരാളില്ലാതെ പോയല്ലോ ഭഗവാനേ. അച്ഛൻ്റെ അമ്മാവൻ്റെ തീറ്റക്കൊതി എങ്ങനെയാണൊന്ന് അവസാനിപ്പിക്കേണ്ടത്? കൊച്ചുനീലാണ്ടൻ ആലോചിച്ചു. ദീർഘമായി ആലോചിച്ചു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. ഹൊയ് ഹൊയ്